മഹാനായ അൽഖമാ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ. മരിക്കുന്ന നേരത്ത് കലിമ പറയാൻ ശ്രമിച്ചിട്ട് നാവ് കുടഞ്ഞു പോയി. എന്താ കാരണം? ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയെ വേദനിപ്പിച്ചു എന്ന പാപം പൊറുക്കപ്പെടാതെ കിടന്നപ്പോ അൽഖമയ്ക്ക് കലിമ പറയാൻ കഴിഞ്ഞില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാപമാണ്, പൊറുക്കപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? എന്ത് ഈ പാപം പൊറുക്കപ്പെടണമെന്ന് തന്നെ വാപ്പാനും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടുണ്ട്. പാപം പൊറുക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. പത്തനംതിട്ട ജില്ലയിലെ അടൂർ നഗരത്തില് രാവിലെ മരം കോച്ചു പോലീസുകാര് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അമ്മയുടെ മക്കളെ വിളിച്ചു വരുത്തി. 8 മക്കളുണ്ടത്രേ. ആ മക്കള് സാധാരണക്കാരനല്ല, പെട്ടിക്കച്ചവടക്കാരനല്ല. ഒരാൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ജോലിക്കാരനാണ്. ഞാൻ ചിരിച്ചുപോയി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. മറ്റൊരാള് കൃഷി ഡയറക്ടറാണ്. ഏറ്റവും നല്ല സാലറി വാങ്ങുന്ന ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുത്ത ആ 8 മക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ട. തെരുവിൽ കിടന്നിട്ട് വിറങ്ങലിച്ച് കിടക്കുന്ന അമ്മ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, അത്ര അമ്മേ 8 മക്കളും ഒരേപോലെ വേണ്ടെന്ന് പറയാൻ നിങ്ങൾ എന്ത് തെറ്റാണ് മക്കളോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ മറുപടി, സാറേ ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് മറ്റൊന്നുമല്ല, 8 പ്രാവശ്യം മരണത്തിന്റെ വേദന സഹിച്ച് ഞാൻ ഈ 8 പേരെ പെറ്റൂന്നല്ലാതെ തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് കേരളത്തിന്റെ അമ്മ മറുപടി പറഞ്ഞു അത്രേ. ഈ കാലഘട്ടത്തിലാണ് ഞാൻ വാള് പറയുന്നത്. മാതാപിതാക്കളുടെ മനസ്സിനെ അകാരണമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? വല്ലാഹി നീ എത്ര പൊന്തിയാലും മരിക്കുന്ന സമയത്ത് കലിമ പറയാൻ കഴിയില്ല. ആ പാപം പൊറുക്കപ്പെടാതെ കടന്നെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഭർത്താവ് അറിയാതെ വേറൊരു പെണ്ണുമായി ആണുമായി ബന്ധമുണ്ടോ? ഭാര്യ അറിയാതെ വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടോ? ഇത് പൊറുക്കപ്പെടണം. ഇതൊക്കെ പാപമാണ്. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, എന്നാൽ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട്, അതറിഞ്ഞ ഭർത്താവിന്റെ മനസ്സിന് വേദന ഉണ്ടാവൂലേ? നിങ്ങൾ കൈകൊട്ടിച്ചിരിക്കുവോ? എന്ത് മനസ്സിലാവും? ഭർത്താവ് ഗൾഫിലാണ്, അല്ലെ ഭർത്താവ് ഇല്ല. നാട്ടിൽ വന്നപ്പോ ആളുകൾ പറഞ്ഞു ഭാര്യയെ കുറിച്ച്. അത് കേട്ടിട്ട് ഭർത്താവിന്റെ മനസ്സിന് വേദന ഉണ്ടായി. അത് പൊറുക്കപ്പെടണം പെങ്ങന്മാരെ. അത് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ വിഷയമാണ്. ഭർത്താവിന്റെ മനസ്സിനൊരു വേദന ഉണ്ടായാൽ ആ വേദന നമ്മൾ മാറ്റണം. ഒരിക്കൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിച്ചു. ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു. തന്റെ ഭർത്താവ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവർ ചരിത്രൻ. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ ബീവിയോടാണ്. എപ്പോഴും സഞ്ചരിക്കുന്ന ആയിഷ ബീവിയുടെ ഒട്ടകക്കെട്ടിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആയിഷ ബീവിയുടെ കൂടെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെലവഴിക്കാൻ കാരണം? ഇപ്പൊ നിങ്ങളോടൊരു ഹൈന്ദവ സഹോദരൻ, ഒരു ക്രൈസ്തവ സഹോദരൻ ചോദിക്കുക, നിങ്ങളുടെ നബിക്ക് 11 ഭാര്യമാരുണ്ട്, എല്ലാ ഭാര്യമാരോടും തുല്യതയോടെ പെരുമാറണമെന്നല്ല നബിയങ്ങൾ പറഞ്ഞത്. എന്നിട്ടും ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ആരുടെ കൂടെയാണ്? ആയിഷ ബീവിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ, കന്യകയായ ഭാര്യ. അപ്പൊ അത് നബിതങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? പറയും. ആ പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഒരാൾക്ക് ഈ ചോദ്യത്തിന് സാധ്യതയില്ലേ? അപ്പൊ എന്താ മറുപടി പറയാ? അങ്ങനെ മേപ്പോട്ട് നോക്കിയാൽ മതി, അപ്പൊ മറുപടി കിട്ടും. അതിനൊരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രസവിച്ചിട്ടില്ല. ബാക്കിയുള്ള ഭാര്യമാർക്ക് കഥ പറയാനും സങ്കടം വരുമ്പോ ആശ്വസിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ താങ്ങായി തണലായി അവർക്ക് അവരുടെ മക്കളുണ്ട്. പക്ഷെ ആയിഷ ബീവിക്ക് മക്കളില്ല. ആശ്വസിപ്പിക്കാനും കഥ പറയാനും അല്ലാഹുവിന്റെ റസൂല് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയുടെ കൂടെ സമയം കൂടുതൽ ചെലവഴിച്ചത്. ബാക്കിയുള്ളവർക്ക് മക്കളുണ്ട്, ആയിഷ ബീവിക്ക് മക്കളില്ല. അപ്പൊ എല്ലാത്തിനും ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ പോയത്. തമാശ പറഞ്ഞത്
മടിയിലെ തല വെച്ച് കിടന്നത്, ഓട്ട മത്സരം നടന്നത്. മദീനയിൽ പോയാൽ ഒരു പള്ളി കാണാം, മസ്ജിദ് സബക്. ആ പള്ളിയുടെ പേര് മസ്ജിദ് സബക് എന്നാണ്. മത്സരം നടന്ന പള്ളി. എന്ത് മത്സരം? ISL നടന്ന എന്ത് മത്സരം? കേരള ബ്ലാസ്റ്റേഴ്സും അത്ലറ്റിക്കോട് ഈ കൊൽക്കത്തയും തമ്മിൽ ഫൈനൽ നടന്ന സ്ഥലമല്ല. അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്. ഞാൻ കുറെ നേരം കൊണ്ട് ചിന്തിക്കുന്നുണ്ട് മൈക്കിന് എന്ത് പറ്റി. ആദ്യ മൈക്ക് നല്ല മൈക്കായിരുന്നു, പിന്നെ അതിന്റെ കോയിൽ പോയി നടിക്കും. കുറച്ചുകൂടി ബേസ് കൊണ്ട് ബേസ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശരിയായില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ മത്സരം നടത്തിയ പള്ളിയാണ്. ഏത് മത്സരം? ആയിഷ ബിയായിട്ട് ഓട്ട മത്സരം നടത്തി. ആദ്യ മത്സരം നടന്നു, ആയിഷ ബീവി നബി തങ്ങളെ തോൽപ്പിച്ചു. പിന്നീട് ആയിഷ ബീവി പറയാവലം മസ്ദാദ ലഹ്മി, എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ വെച്ചു, എനിക്ക് തൂക്കം കൂടി, വണ്ണം കൂടി. എന്ത് രസമാ കേൾക്കാൻ. വലം മസ്ദാദ ലഹ്മി, എനിക്കൊരൽപ്പം ഇറച്ചിയൊക്കെ വെച്ചു, എനിക്കൊരൽപ്പം വണ്ണം കൂടി. അത് കണ്ടപ്പോ നബി ഞങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന് നമുക്കൊന്ന് ഓടിയാലോ? അന്ന് ആയിഷാബിക്ക് വണ്ണം കുറവാണ്, അപ്പൊ തോപ്പിച്ചു. വലമ്മസ്ദാദലഹുമി, എന്റെ ഇറച്ചി കൂടിയപ്പോ വീണ്ടും ഞാൻ നബിയും കൂടെ കൂടി, ഞാൻ തോറ്റുപോയി. വണ്ണം കൂടി കൊണ്ട് ഓടാൻ പറ്റിയില്ല. മസ്ജിദ് സബക്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ചില കെമിസ്ട്രിയൊക്കെ ഉണ്ടാവണം. വല്ലപ്പോഴും ഒരു ഓട്ട മത്സരമൊക്കെ നടത്തണം, വീടിന്റെ മുറ്റത്ത് ആരും കാണാതെ. അയലോക്കങ്കാര് കാണരുത്, കണ്ടാ തെറ്റിദ്ധരിക്കും. സുന്നത്തൻ. അള്ളാന്റെ റസൂൽ ആയിഷാബിയുടെ മടിയിൽ തലവറച്ച് വർത്താനം പറഞ്ഞിരുന്നു, കടങ്കഥ പറഞ്ഞിരുന്നു, ചോദ്യം ചോദിച്ചിരുന്നു. ഇതൊക്കെ സുന്നത്താണ്. തൊപ്പിവെക്കൽ മാത്രമല്ല സുന്നത്ത്. നീ വലിയ അവറുകളായിട്ട് ഇങ്ങനെ അങ്ങ് നടന്നാ പോരാ. ഞാൻ ആരാ? ഞാൻ വലിയ അവറുകളാണ്. ഒരു വെള്ള മുണ്ടും എടുത്ത് വെള്ള ഷർട്ടും ഇട്ട് കതറൊക്കെ മുക്കി, അത് പശയൊക്കെ മുക്കിയിട്ട് അവൻ ഏതു സമയത്ത് ഒരു ഐഫോൺ ഇങ്ങേച്ച വീട്ടില് മറ്റൊരു ഗാലക്സി S7 ഇവിടെ. ഹലോ DCC പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി അല്ലേ? ഇത് പറയണ കേട്ടാ ഓർക്കും ഇവനെന്തോ ലോകത്തെ ഏറ്റവും വലിയ ആളാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ കൂടെ നടന്നാ പോരാ. ഭാര്യമാരുടെ അടുത്ത് പോയിരിക്കണം, സമയം കൊടുക്കണം അവർക്ക്. സന്ധ്യയാകുമ്പോ വീട്ടിൽ എത്തണം, അവരോട് സംസാരിക്കണം. അല്ല നീ വലിയ ആളായിട്ട് നടന്നാ പോരാ. അവസ്ഥാനം എങ്ങനെ നോക്കൂ. നോക്ക്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ദുബൈ പോയി നടന്നാ പോരാ, ഭാര്യമാരുടെ അടുക്കൽ പോയിരിക്കും. ഇത് അവിടെ നിന്ന് വരുമ്പോ കുറെ ആളുകളോടെ ടാങ്കിന് ഇടവും കൊടുത്തു വിടും. അത് ദുനിയാവ് മുഴുവൻ കൊണ്ടേ കൊടുത്തിട്ട് വരുമ്പോ തിരിച്ചു പോകാൻ സമയമാവും. അങ്ങനെയല്ല, അവരോട് കൂടെ വർത്താനം പറയണം. അള്ളാന്റെ റസൂലും മടിയിലെ തെരവെച്ച് വർത്തമാനല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഒരു അഭിപ്രായം എന്താ അറിയോ? വീടിന്റെ മുമ്പിൽ ഒരു കുറച്ച് മിറ്റം വേണം. ആ മിറ്റത്തിന്റെ സൈഡിൽ കുറച്ച് പുൽത്തകടിയൊക്കെ വേണം. രാത്രിയിൽ മക്കളൊക്കെ കിടന്നുറങ്ങി, അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ ഉറങ്ങി, ഭാര്യയും ഭർത്താവും കൂടി പോയി രാത്രിയിൽ പോയി ആ പുല്ലിന്റെ മുകളിൽ ഇരുന്ന് അവര് പരസ്പരം കുറച്ചേരം വർത്താനൊക്കെ പറയണം. വല്ലപ്പോഴൊക്കെ, എന്നുമല്ല വല്ലപ്പോഴും ഒക്കെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള വീടൊക്കെ വെക്കണം കേട്ടോ. എന്റെ അഭിപ്രായം അതാണ്. എന്റെ അഭിപ്രായത്തിനോട് യോജിക്കാം വിയോജിക്കാം. ഒരു ചെറിയ വീടാണ്, എന്നാലും അവിടെ ഒരു ചെറിയ സ്ഥലത്ത് കുറച്ച് ചെടിയൊക്കെ നട്ട്, പുല്ലില്ല, നമ്മൾ തന്നെ കുറച്ച് ചെടിയൊക്കെ നട്ട് അവിടെ പോയി ഭാര്യയും ഭർത്താവും കൂടി അവിടെ പോയിരുന്ന്, മക്കളൊക്കെ ഉറങ്ങി, അമ്മയൊക്കെ ഉറങ്ങി, ഭാര്യയും ഭർത്താവും കൂടെ അവിടെ പോയിരുന്നു കുറച്ചു നേരം വർത്താനം പറഞ്ഞു. അവങ്ങൾക്ക് വലിയ സന്തോഷമാവും. പക്ഷെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അവിടെ നിന്ന് വർത്താനം പറയുമ്പോൾ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മതിലിന്റെ മുകളിൽ കൂടെ ഓന്തു നോക്കുമ്പോൾ ഒളിഞ്ഞു നോക്കരുത്. ഭാര്യയും ഭർത്താവും കൊണ്ട് അവിടെ നിന്ന് പറയാ, ഇതിപ്പോ ഇവൾ എന്താ ഇവന്റെ പറ്റൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരുടെ ഇടയിൽ അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് 11 ഭാര്യമാരെയും വിളിച്ചുകൂട്ടി അടുത്തിരുത്തി. എന്താ നബി എല്ലാരെയും കൂടെ വിളിച്ചത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 ഭാര്യമാരുണ്ടായിരുന്ന ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ദുഃഖത്തിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. 11 ഭാര്യമാരെയും കൂട്ടി അടുത്തിരുത്തി. എന്നിട്ട് ബനു ഇസ്രായേലുള്ള 12 ഭാര്യമാരുള്ള ഒരാൾ, അയാൾ അനുഭവിച്ച ത്യാഗവും ബുദ്ധിമുട്ടും നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, നബി ഇതിപ്പോ എന്തിനാ ഞങ്ങളോട് പറയണം? അപ്പൊ അല്ലാഹു റസൂൽ ചുമ്മാ പറഞ്ഞാണ്. ഇതാണ് മുത്ത് റസൂൽ, ഇതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ ഒരു ദിവസം ഹഫ്സ റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നമുക്കൊന്ന് പറ്റിക്കാം ഹഫ്സ.
എന്താണ് പറ്റിക്കാൻ? അവർ രണ്ടുപേരും കൂടെ ചെറിയൊരു ഉപായം പ്ലാൻ ചെയ്തു. ഞാനത് പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒരു കാര്യമായ ഒരു സംഖ്യ പരിപാടിയൊക്കെ അനൗൺസ്മെന്റ് ചെയ്തു. നോട്ട് നിരോധനം വന്നു. ആ നോട്ട് നിരോധനത്തിന്റെ ഇടയിൽ സംഘാടകർക്ക് സാമ്പത്തികമായി വലിയൊരു പ്രയാസമുണ്ട്. പ്രസന്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രസിഡന്റിയുടെ ആദ്യം ബിസ്മില്ലാഹ് ഉദ്ഘാടനം ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ എന്താ പറഞ്ഞേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ബക്കറ്റ് കൊണ്ടു. ഹഫ്സ റളിയല്ലാഹു തആല പറഞ്ഞു, ആയിഷ ഇന്നത്തെ ദിവസം ആയിഷ ബിവിയുടെ നിന്റെ ഒട്ടകക്കെട്ടിൽ ഞാൻ കയറിയിരിക്കാം, എന്റെ ഒട്ടകക്കെട്ടിൽ നീ കയറിയിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നിന്റെ ഒട്ടകക്കെട്ടിലാന്ന് പറഞ്ഞ് കയറുമ്പോ അവിടെ ഞാനാണ്. നബിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റിക്കാം എന്ന് പറഞ്ഞു ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇവിടെ സഹോദരിമാര് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നുള്ള പരാതി വേണ്ട, ശ്രദ്ധിച്ചു കേൾക്ക്. അങ്ങനെ മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ ഒട്ടകക്കെട്ടിൽ കയറി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോവാൻ ആയിഷ ബീവിയുടെ കട്ടിലോട്ട് കയറിയപ്പോ ഫൈദാ ഹിയ ബിഹഫ്സ, അവിടെ മഹദിയായ ഹഫ്സ ബീവി ഇരിക്കുകയാ. ഹഫ്സ റളിയല്ലാഹു തആല സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലായി അവർ തന്നെ കബളിപ്പിച്ചതാണ്. പിന്നെ ഹബീബായ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. യാത്ര തുടർന്ന് രാത്രിയായപ്പോ ആ യാത്രയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ തമ്പടിച്ചു. ആയിഷ റളിയല്ലാഹു തആല വേറൊരു ഒട്ടകക്കെട്ടിലിരിക്കുന്നുണ്ട്. മഹദി അവറുകൾ രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോ ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കളിയാക്കാൻ ഹബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ഹബീബായ നബി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ആയിഷ ബീവി എഴുന്നേറ്റ് പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് നബിയെ കബളിപ്പിച്ചല്ലോ നബിയെ എന്ന ഒരു ഭാവത്തിൽ തന്നെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വല്ലാത്ത വിഷാദഭാവമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് സങ്കടമായി. അതേവരെയുള്ള കളിതമാശ മാറി, അതേവരെയുള്ള വിനോദം മാറി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത ദുഃഖത്തിന്റെ കാളിമ കണ്ടപ്പോ ആയിഷ ബീവി സങ്കടപ്പെട്ടു പോയി. അല്ലാ, ഇന്നലെ ഞാൻ കാണിച്ച ഒരു കുസൃതി കാരണത്താൽ എന്റെ ഭർത്താവിന്റെ മനസ്സിന് വിഷമമില്ല എന്നുള്ള ബോധ്യം വന്നപ്പോ ആയിഷ ബീവിക്ക് തെറ്റ് മനസ്സിലായി. ഇത് പുൽക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുൽക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തന്റെ കാലുകൾ ഇറക്കി വെച്ചിട്ട് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ അല്ലാഹുവേ, ആയിഷ ചെയ്ത ഒരു കുസൃതി എന്റെ ഭർത്താവിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചത് കൊണ്ട് ഇത് പുൽക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു പാമ്പോ തേളോ കടന്നു കാരണക്കാരിയായപ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദുഃഖമോത്ത് പൊട്ടിക്കരഞ്ഞ ആയിഷ ബീവി അവസാനം കുറച്ചു നേരം തോളിലൊരു ഘട്ടം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലാണ്. ആയിഷ എഴുന്നേക്കുമോളെ എന്ന ഹബീബായ നബി തടികിത്തലോട് തന്റെ നെഞ്ചിലോട് പോയ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന
ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത പാപങ്ങളാണ്. ആ പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പൊറുക്കപ്പാ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ വിട പറയാൻ കഴിയില്ല. നമ്മുടെ ആഖിബത്ത് നന്നാവില്ല. നമ്മുടെ ആഖിബത്തിന് തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ ആഖിബത്ത് നന്നാവാ തടസ്സമായി നിൽക്കുന്ന എല്ലാ വടികളിൽ നിന്നുള്ള അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ോട് സഹോദരിമാരോട് ഈ വിഷയത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ വിനീതന് പറയാനുള്ളത്, തെറ്റ് ചെയ്യാത്തവര് വളരെ കുറവാ. ആ തെറ്റുകളൊക്കെ തെറ്റുകളാന്ന് മനസ്സിലാക്കി പിന്നെ ദാമത്തി മുക്കിലി ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹുവേ ഇനി ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് ഉറപ്പ് വെച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു അനിവാര്യമായ മാറ്റത്തിന് നമ്മൾ തയ്യാറെടുക്കുക. ആ മാറ്റത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സജ്ജീകരിക്കുക. എല്ലാവരും ഉറക്ക ഒരു 3 സ്വലാത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ജീവിതത്തിൽ ഈ ഹദ്ദാദ് നഗർ ഒരുമിച്ചിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം വേണ്ട, നമുക്ക് പകകൾ വേണ്ട, നമുക്ക് തെറ്റിനോടുള്ള അഭിവാഞ്ച വേണ്ട. അല്ലാഹുവേ ചുരുക്കകാലം നീ ഞങ്ങൾക്ക് ആയുസ് നൽകുമ്പോ ഞങ്ങളിൽ ആദ്യമാരാണ് മണ്ണിലേക്ക് പോകുന്നതെന്നറിയില്ല, ആരാണ് കബറടക്കപ്പെടുന്നതെന്നറിയില്ല, ആരുടെ മയ്യത്ത് നിസ്കാരമാണ് ആദ്യം നിർവഹിക്കുന്നതെന്നറിയില്ല. എന്തിനാണ് മോനെ ഈ മത്സരം? എന്തിനാണ് ഈ വിഭാഗീയത? എന്തിനാ? ഓരോ സംഘടനകളും ഓരോ പാർട്ടികളും ഓരോ മഹല്ലുകളും ഓരോ വിഭാഗങ്ങളും ഒക്കെ ജഹുസമൂഹത്തിന് സ്വാഭാവികമാ. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മളെല്ലാവരും ഒന്നല്ലയോ? നമ്മുടെ കിബില ഒന്നല്ലയോ? നമ്മുടെ റസൂൽ ഒന്നല്ലയോ? നമ്മുടെ ഖുർആൻ ഒന്നല്ലയോ? നമ്മൾ പറയുന്നതെല്ലാം അല്ലാഹു അക്ബർ എന്നല്ലയോ? പിന്നെ എന്തിനാണ് ഈ പരസ്പരമുള്ള മത്സരങ്ങൾ? പിന്നെന്തിനാണ് പരസ്പരമുള്ള അകൽച്ചകൾ? അവസാനം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മുസ്ലിം ലീഗുകാരനാണെങ്കിലും INL-കാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ഏതെന്നറിയോ? ഈ പള്ളിയുടെ മുറ്റത്ത് മരിച്ചവന്റെ കൂടപ്പുറപ്പിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ പുറകിൽ നിൽക്കുമ്പോ നമ്മളൊക്കെ ഒന്നിച്ചു പറയുന്നൊരു വാക്കേതാ? ഇന്നലെ വരെ എന്റെ കൂടെ കലഹിച്ച് നടന്നവൻ, ഇന്നലെ വരെ എന്റെ മറുഭാഗത്ത് നിന്നവൻ, അവൻ ഇന്ന് വിട പറയുന്നു. അല്ലാഹുവേ, 6 അടി മണ്ണിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിൽ നമുക്ക് ദുഃഖം വരാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നിവാസികളോട്, എന്റെ പ്രിയപ്പെട്ട ഞാനിത് പറയുന്നത് മനസ്സിൽ തൊട്ടിട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ വിനീതൻ പ്രഭാഷണത്തിന് വരുമ്പോ ഏതാണ്ട് ആദ്യം തന്നെ ഞാൻ വന്ന് സംസാരിച്ചു പോയൊരു നാടാണിത്. പക്ഷെ ഇപ്പൊ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ, ചില വാർത്തകൾ കേൾക്കുമ്പോ വല്ലാഹി നിങ്ങളുടെ ഒരു സഹോദരൻ രീതിയിൽ മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദുകാരെ, ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ, അലൈക്കുമൽ ജമാ, അലൈക്കുമൽ ജമാ, അലൈക്കുമൽ ജമാ. നിങ്ങൾ നിങ്ങളുടെ ജമാഅത്തിനെ മുറുകെ പിടിക്കണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയണോ? അത് നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴിൽ യോജിക്കാൻ കഴിയണേ. അലൈക്കുമൽ ജമാ, നിങ്ങൾ തമ്മിൽ യോജിക്കാൻ കഴിയണേ. ആ യോജിക്കാൻ കഴിയുന്ന പൊതു സംവിധാനമാണ് ജമാഅത്ത്. ഒറ്റതിരിഞ്ഞ് നടക്കുന്ന
നാടിനെയാണ് ചെന്നായ ആക്രമിക്കുക. നമ്മുടെ ശരീരത്തിന് നേരെ ശത്രുക്കൾ ഒന്നിക്കുമ്പോ, നമ്മുടെ ദീനിനു വേണ്ടി ശത്രുക്കൾ ഒന്നിക്കുമ്പോ, മുസൽമാന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോ ഇപ്പോഴും നമ്മൾ മൈക്ക് കെട്ടിയിട്ട് തെറി പറയേണ്ടവരാണോ? നമ്മൾ പരസ്പരം ചെളിവാരി എറിയേണ്ടവരാണോ? ഒന്നിച്ചൊന്നായി ചേർന്ന് നിന്ന് അള്ളാഹുവേ മരിക്കുന്നത് വരെ ഞങ്ങളൊന്നാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാണ് നമുക്ക് ഒന്നിക്കാൻ കഴിയുക? പണത്തിന് വേണ്ടി വേണ്ട, പദവിക്ക് വേണ്ടി വേണ്ട. പണം എവിടെ സഹോദരാ? 20,000 കോടി രൂപ ബാക്കി വെച്ച പെണ്ണാണ് ജയലളിത പോയി കിടന്ന് 6 അടി മണ്ണിലാണ്. നീ കുറെ കോടികൾ ഉണ്ടാക്കിയിട്ടത് തട്ടിച്ചിട്ടാകട്ടെ, വെട്ടിച്ചിട്ടാകട്ടെ, നേരായ മാർഗത്തിലാകട്ടെ, കുറെ പച്ചനോട്ടിന്റെ തിളക്കമുണ്ടായിട്ട് കാര്യമെന്താ? കാര്യമെന്താ നിനക്കുള്ളത്? കബറിൽ പോയി കിടക്കേണ്ട ശരീരമല്ലേ? നാളെ മരിച്ചു പോയിട്ട് അവന്റെ മയ്യത്തിന്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടാനല്ല, മരിച്ചു കിടക്കുന്നവനെ നിന്നോടെന്ത് ശത്രുത? നിന്നോടെന്ത് ശത്രുത? നിന്നോടെന്ത് ശത്രുത? നിങ്ങളെല്ലാവരും അയൽപക്കക്കാരാണ്, നിങ്ങൾ കുടുംബ ബന്ധക്കാരാണ്, നിങ്ങൾ പരസ്പരം ചേർന്നിരിക്കേണ്ടവരാണ്. നാളെ ഒരു വാർത്ത കേട്ടിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? സുനാഹി മരനവാല ജാത്തെ കപ്പടേ ബദൽ ബദൽ കർ. രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോ എന്റെ തൊട്ടടുത്ത കൂട്ടുകാരൻ അവൻ എന്റെ എതിരാളിയാണ്, അവൻ എന്റെ ശത്രുപക്ഷത്തുള്ളവനാണ്. അവന്റെ വീട്ടിൽ നീലട്ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്, ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, വന്നവരുടെ കയ്യിൽ വെള്ള വസ്ത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ണു തിരുമ്മി നോക്കി, എന്ത് പറ്റിപ്പോയി? അവിടെ പെരുന്നാളിന്റെ ആഘോഷമാണോ? അതല്ല അവന്റെ കല്യാണത്തിന്റെ ദിവസമാണോ? ഇന്നലെ വരെ കണ്ടവനവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അടുത്തടുത്ത് ഞാൻ അയൽവക്കത്തെ വീട്ടിൽ പോയപ്പോഴാണ് ചിത്രം വ്യക്തമായത്. അവിടെ കല്യാണത്തിന്റെ ഒരുക്കമല്ല, വന്നു നിൽക്കുന്നവന്റെ കയ്യിലുള്ള പൂമാലയും വസ്ത്രവും പുതുമണവാട്ടിക്ക് കൊടുത്തതല്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? മർനവാല ജാത്തെ കപ്പടേ ബദൽ ബദൽ കർ. എന്റെ കൂട്ടുകാരൻ മരിച്ചു കിടക്കുകയാണ്. എന്റെ കൂട്ടുകാരൻ ഇന്നലെ ഉറക്കത്തിൽ എഴുന്നേറ്റില്ലത്രേ, രാവിലെ തട്ടി വിളിച്ചപ്പോ അനക്കമില്ലത്രേ. അവിടെ വരുന്നവനെ പുതപ്പിക്കാനുള്ള കഫന്നുണിയാണ്, അവിടെ ഇരിക്കുന്നവരുടെ കയ്യിലുള്ളതവന്റെ ശരീരത്തിൽ വെക്കാനുള്ള റീത്തുകളാണ്. എന്റെ പൊന്നുമോനെ, മരിച്ചു കഴിഞ്ഞിട്ട് മുകളിൽ കൊണ്ടുപോയി റീത്ത് വെച്ചിട്ട് കാര്യമെന്താ? തടവാ ഉസ്താദ് പൊതിച്ചതുപോലെ ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? എല്ലാ കൊള്ളരുതായ്മയും ചെയ്തിട്ട് അവസാനം മരിച്ചിട്ട് നെഞ്ചിന്റെ മുകളിൽ റീത്ത് വെച്ചാ നിനക്കെന്ത് പുണ്യം കിട്ടാനാ? ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യണം. എന്റെ കൂട്ടുകാരൻ മരിച്ചു പോയല്ലോ, അവനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞല്ലോ, അവന്റെ മുകളിലേക്ക് ആളുകൾ അവന്റെ ഭാര്യ കരയുന്നുണ്ടല്ലോ, അവന്റെ പൊന്നുമക്കള് പൊട്ടിക്കരയുന്നുണ്ടല്ലോ. ഇന്നലെ വരെ അവന്റെ ഭാര്യ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അവന്റെ കച്ചവടം തകരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ കൂട്ടുകാരനെ മയ്യത്തെടുത്തപ്പോ അവന്റെ മക്കള് വാതിൽ പുറകില് നിന്നിട്ട് വിളിക്കുന്നുണ്ട് ഉപ്പാ. ആ വിളി കേട്ടാൽ അലിയാത്ത ഹൃദയമേതാ ഉള്ളത്? വസാറബനൂക ഐതാമന് സിഗാറാ വഅന കൈറസകൽ ബഅലുൽ ജദീദു. അവന്റെ മക്കള് കിടന്ന് ഉപ്പാന്ന് വിളിക്കുന്നുണ്ട്, അവന്റെ ഭാര്യ പൊട്ടിക്കരയുന്നുണ്ട്. അല്ലാഹുവേ എനിക്ക് ഇവനെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എല്ലാവരും കൂടി പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് കബറിലേക്ക് ഇറക്കി വിടുമ്പോ ഒരു പിടി മണ്ണ് വാരി ഇടാതിരിക്കാൻ കഴിയോ? ഇന്നലെ വരെ ഞങ്ങൾ 2 രീതിയിൽ നിന്നവരാണ്, പക്ഷേ കബറടക്കുമ്പോ കൈ കൊണ്ടൊരു പിടി മണ്ണ് വാരി ഇടാതിരിക്കാൻ പറ്റുമോ? മനസ്സിൽ വിദ്വേഷം വെച്ചിട്ട് പിടിമണ്ണ് മാറിയിട്ടിട്ട് കാര്യമെന്താ? അതുകൊണ്ട് ഹദ്ദാദ് നഗറിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയുന്നത്,
നിങ്ങളുടെ ചില പ്രവൃത്തി കൊണ്ട് എനിക്കും വേദന ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ വല്ലാഹി എനിക്കതൊരു പ്രശ്നമല്ല. അതെന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുമില്ല. ഞാൻ ഈ ഹദ്ദാദ് നഗറിൽ നിന്നിട്ട് പറയാണ്, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അതെന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടേയില്ല. ഞാനങ്ങനെ വേദനിച്ചിട്ട് തളരുന്നവനുമല്ല. ചെറുപ്പകാലം മുതലേ ഒഴുക്കിനെതിരെ നീന്തി പിടിച്ചിട്ട് ഇവിടം വരെ പറന്നെത്തിയതാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒഴുക്കിനെതിരെ നീന്തിയവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മലവെള്ളപ്പാച്ചില് പ്രശ്നം. ഇഖ്വാനി വഖുല്ലാനി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണേ. അലൈക്കുമൽ ജമാ, നിങ്ങളെ ജമാഅത്തിനെ മുറുകെ പിടിക്കണേ. അല്ലാഹു മരിക്കുന്നത് വരെ ഈ പള്ളിമുറ്റത്ത് ഒരുമിച്ച് നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ കൽബി എന്ന് പറയുന്ന വാക്കാണ്, എന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. ഇതെന്റെ കൽബി എന്ന് പറയുന്ന വാക്കാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു മാറ്റമുണ്ടാകേണ്ട സഹോദരങ്ങളെ. എന്ന് വരെയാണ് ഇതിലേക്കാണ് തമ്മിലടിച്ചവരായിരുന്നില്ലേ മക്കാ ഖുറൈശികൾ? അവരാരാ? സഹാബത്തുകളാരാ? ആരാ സഹാബത്തുകളാരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, അവരാരാ? അവര് ജീവിതത്തിൽ തമ്മിലടിച്ചവരാണ്. അവരെ ജീവിതത്തിൽ തമ്മിലടിച്ചവരാണ്. ഉമറിനെ പോലെ വലിയൊരു തെമ്മാടിയാരാ? ഉമറിനെ പോലെ ലോകം കണ്ട തെമ്മാടിയാരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉക്കാല ചന്തയിൽ പേർഷ്യക്കാർ വന്ന് മലത്തി കടത്തിയിട്ട് അറബികളെ തോൽപ്പിക്കുമ്പോ പേർഷ്യക്കാരായ മല്ലന്മാരെ തോൽപ്പിച്ചിട്ട് നെഞ്ചിലോട്ട് കാലെടുത്ത് വെച്ചിട്ട്, ആരുണ്ടടാ ഖത്താബിന്റെ മകൻ ഉമറിനെ തോൽപ്പിക്കാനെന്ന് നെഞ്ചും വിരിച്ചു ചോദിച്ച ഉമർ. ഉമറിനെ പേടിയാണ് നാട്ടുകാർക്ക്. ഒരാൾ പോലും ഉമറിന്റെ നേരെ നിൽക്കില്ല. ഒരാൾ ഉമറിനോട് ചോദ്യം ചെയ്യില്ല. ഉമറിനെ കേട്ടാല് നാടിലെ കിടുകിടാ വറപ്പിച്ച കമ്മാടി തമ്മാടി. ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിലെ കഴുതക്ക് മനസ്സ് മാറ്റമുണ്ടായാലും ഖത്താബിന്റെ മകൻ ഉമറിന് മനസ്സിന് മാറ്റമുണ്ടാവില്ല. നന്നായില്ല മനുഷ്യൻ. നമുക്കെന്ന് നന്നായി കൂടാ. അത് അങ്ങനെയല്ല ഉസ്താദേ, അത് ഇങ്ങനെ. എന്തിങ്ങനെ? ഉമറിനെ നന്നാവാങ്കിൽ പിന്നെ നമുക്കെന്തുകൊണ്ട് നന്നായിക്കൂടാ? അതിന്റെ അകത്ത് പിന്നെ ഒരു കാരണം പറയാൻ പാടില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഉമർ നന്നായത് മക്കയുടെ അധികാരത്തിന് വേണ്ടിയല്ല. ഉമർ നാട്ടിലെ വലിയവനാവാനല്ല. ഉമറിന് നന്നാവാൻ കഴിയുന്നില്ല. ഏത് രീതിയിലും നന്നായി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം ആയിഷ റളിയല്ലാഹു തആല വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്ത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്തോ ഒരു അത്ഭുതമാണ് നബിയേ. അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഹൃതമാണ്. അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധമാണ്. അങ്ങ് വിട പറയുമ്പോൾ സുഗന്ധം മാറിയിട്ടില്ലല്ലോ നബിയേ. എന്തോ ഒരു സുഗന്ധമാണ് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് നബിയേ എന്ന് പറയുമ്പോഴാണ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കോപാക്രാന്തനായി ഉമർ വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ചാരത്ത് വന്നത് മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ ആരോ വിളിച്ചു പറഞ്ഞു, ഉമറേ തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടുപോയി ഉമറേ. ആ സമയത്ത് തന്റെ അറയിൽ കിടന്ന വാളൂരിയെടുത്തിട്ട് ആരെങ്കിലും എന്നെ ഹബീബായ മുത്തു വിട പറഞ്ഞെന്ന് പറഞ്ഞാൽ പറയുന്നവന്റെ കരുത്ത് ഞാൻ വെട്ടിയരിയുമടാ. അതാതുകാരെ, ആരായി പറയുന്നത്? ഈ മനുഷ്യന്റെ തലയെടുക്കാൻ ഊരിപ്പിടിച്ച വടിവാളുമായി പോയ അതേ മനുഷ്യനാണ്. ഞാൻ കൊല്ലാൻ പോയ ആളാരോ അദ്ദേഹം വധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പറയുന്നവന്റെ കഴുത്ത് ഞാൻ വെട്ടിയെടുക്കുമെന്ന്
ഭ്രാന്തനെ പോലെ ഉടവാള് വീശിയെറിയുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല വന്നു ഉമറിന്റെ മുത്തടിയിലേക്ക് കൈവച്ചിട്ട് ഉമറേ, ഹബീബായ നബി തങ്ങൾ നമ്മളെ വിട്ടുപോയി ഉമറേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് ചാന്ന് കടന്ന് കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കറേ, ഹബീബായ മുത്ത് നമ്മളെ വിട്ടുപോയിട്ടില്ല. മൂസാ നബി അള്ളാനെ കാണാൻ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ നമ്മുടെ റസൂലുള്ള തിരിച്ചു വരും അബൂബക്കറേ. ഹബീബായ നബി തങ്ങൾ നമ്മളെ വിട്ടുപോവില്ല. ഇത് അള്ളാനെ കാണാൻ പോയതാ. ഇല്ല ഉമറേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ അഫഇമ്മാ തൗഖുതിലൻ കലബതും വലാ അൽഖാബികും. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെല്ലാവർക്കും മരണം സാധ്യമാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലേക്ക് ചാഞ്ഞു കിടന്ന് പൊട്ടിക്കരഞ്ഞ ഉമർ അവസാനം ഹബീബായ നബി തങ്ങൾ വഫാത്തായി. ഖലീഫയായിരിക്കുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പാതിരാ സമയത്ത് ഈത്തപ്പഴത്തോട്ടത്തിലൂടെ പോയപ്പോ രാത്രിയിൽ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ. എടാ ഉമറേ, നീ ആരാണടാ നിന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നീ ഒരു കാലത്ത് കള്ളു കുടിച്ചവനല്ലേടാ, നീ പെണ്ണിനെ പിടിച്ചവനല്ലേടാ ഉമറേ? അനസ് റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. കിസ്റ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ഉമറിനെ പാതിരാത്രിയിൽ ചോദ്യം ചെയ്യുന്നതാരാ?